Hi friends, Precise Only PSC coaching class, University Assistant Batch എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ മാത്സിലെ സെക്ഷൻ ഡിസ്കസ് ചെയ്യുന്നത് മാത്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക് ആയിട്ടുള്ള റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷന്റെ പാർട്ട് 1 ആണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കേ, ഏറ്റവും ബേസിക് ആയിട്ടും നമുക്കറിയേണ്ട ടോപ്പിക്കാണ് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. കാരണം നമുക്ക് റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻ എന്നുള്ള ബേസ് കറക്റ്റായി അറിഞ്ഞാൽ തന്നെ നമുക്ക് ഏജിന്റെ പ്രോബ്ലംസ്, ടൈം ആൻഡ് വർക്കിന്റെ പ്രോബ്ലംസ്, പൈപ്പ് ആൻഡ് ടാങ്ക്സിന്റെ പ്രോബ്ലംസ്, ടൈം ആൻഡ് ഡിസ്റ്റൻസിന്റെ പ്രോബ്ലം, സിമ്പിൾ ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലം, കോമ്പൗണ്ട് ഇൻട്രസ്റ്റിന്റെ പ്രോബ്ലം, പെർസെന്റേജിന്റെ പ്രോബ്ലംസ്, പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ പ്രോബ്ലംസ്, ഈ എല്ലാ പ്രോബ്ലംസും നമുക്ക് റേഷ്യോ എന്നുള്ള കൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഫസ്റ്റ് നമുക്ക് ബേസിക് ആയിട്ടും റേഷ്യോന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ബേസിക് ആയിട്ട് നോക്കാം. ഓക്കെ, അപ്പൊ റേഷ്യോ എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഒരേ എലിമെന്റിലുള്ള മാറ്ററിനായിരിക്കും നമ്മൾ റേഷ്യോയിൽ എപ്പോഴും കമ്പയർ ചെയ്യാം. അതായത് ഇപ്പോൾ രണ്ട് വെഹിക്കിൾസിന്റെ സ്പീഡ്, രണ്ട് ബാറ്റ്സ്മാൻ നേടിയ റൺസുകൾ, അല്ലെങ്കിൽ രണ്ട് ഫുട്ബോളേഴ്സ് നേടിയ ഗോൾസിന്റെ എണ്ണങ്ങൾ, ഇങ്ങനെ മിനിമം 2 അപ് ടു മാക്സിമം എത്ര വേണമെങ്കിലും ആവാം. ഓക്കെ, അപ്പൊ മിനിമം 2 എലമെന്റ്സിനെങ്കിലും കമ്പയർ ചെയ്തിട്ട് ശ്രദ്ധിക്കുക, മിനിമം 2 എലമെന്റ്സിനെങ്കിലും നമ്മൾ കമ്പയർ ചെയ്തിട്ട് അതിനെ ഏറ്റവും ചെറിയ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്നതിനാണ് നമ്മൾ റേഷ്യോ എന്ന് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പൊ 2 എലമെന്റ്സുകൾ തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ എപ്പോഴും ആ കമ്പയർ ചെയ്യുന്ന എലിമെന്റ് സിമിലർ നേച്ചർ ഉള്ള എലിമെന്റ്സ് ആയിരിക്കും. അതായത് 2 വെഹിക്കിൾസിന്റെ സ്പീഡ്, 2 പേരുടെ ഏജസ്, 2 പേരുടെ റാങ്കുകൾ, ഇങ്ങനെ സെയിം എലിമെന്റ്സിനെ മാത്രമേ നമുക്ക് എന്തിൽ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ? റേഷ്യോസിൽ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് ഒരിക്കലും നമ്മൾ ഒരു ബാറ്റ്സ്മാൻ നേടിയ സ്കോറും ഒരു ഫുട്ബോളർ നേടിയ ഗോൾസിന്റെ എണ്ണവും നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യില്ല. അങ്ങനത്തെ ഒരു മിസ്മാച്ച് ഒരിക്കലും വരില്ല. അതുപോലെ തന്നെ ഒരു സ്റ്റുഡന്റ് നേടിയ മാർക്കും ഒരു ബാറ്റ്സ്മാൻ നേടിയ റണ്ണും ഇത് നമ്മൾ എന്ത് ചെയ്യില്ല? കമ്പയർ ചെയ്യില്ല. അപ്പൊ റേഷ്യോന്റെ ബേസിക് കൺസെപ്റ്റ് എന്താണ് പറയുന്നത് വെച്ചാൽ ഒരേ തരത്തിലുള്ള എലമെന്റ്സ് ആയിരിക്കും നമ്മൾ റേഷ്യോയിൽ കമ്പയർ ചെയ്യാം. ഓക്കെ, എന്നിട്ട് ആ എലമെന്റ്സിനെ ഏറ്റവും ചെറിയ ഫോർമാറ്റിലായിരിക്കും നമ്മൾ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് റേഷ്യോയിൽ ബേസിക് ആയിട്ട് എന്താ പഠിക്കേണ്ടതെന്ന് വെച്ചാൽ 2 ടൈപ്പിലാണ് റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്നത്. ആ 2 ടൈപ്പുകളും നമുക്ക് ഏതൊക്കെയാണ് നോക്കാം. ഓക്കെ, റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്ന 2 ഫോർമാറ്റ് ഉണ്ട്. ആ 2 ഫോർമാറ്റും ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ഫോർമാറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഫോർമാറ്റ് ആയിരിക്കും. ദാറ്റ് ഈസ് A:B എന്ന് പറയുന്ന ഫോർമാറ്റ്. ഓക്കെ, സെക്കൻഡ് ഫോർമാറ്റ് എങ്ങനെയായിരിക്കും വെച്ചാൽ അതേ സംഭവത്തിനെ തന്നെ നമ്മൾ ഫ്രാക്ഷൻ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ടും റേഷ്യോ റെപ്രസെന്റ് ചെയ്യുന്നത് 2 ഫോർമാറ്റിലാണ്. ഒന്ന് ഈസ്-ടു എന്ന് പറയുന്ന ബേസിക് ഫോർമാറ്റ്, നെക്സ്റ്റ് വൺ ഫ്രാക്ഷൻ ഫോർമാറ്റ്. ഓക്കെ, നമ്മൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ കൺസിഡർ ചെയ്യാം. A:B 5:7 ആണെങ്കിൽ നമുക്ക് A/B എന്ന് പറയുന്ന ഫ്രാക്ഷൻ ഫോർമാറ്റിൽ അതിനെ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അതിനെ എങ്ങനെ എഴുതാന്ന് വെച്ചാൽ 5/7 എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് നമുക്ക് എഴുതാൻ. ക്ലിയർ ആക്കാം. A:B 5:7 ആണെങ്കിൽ അതിനെ ഫ്രാക്ഷൻ ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ A/B നമുക്ക് 5/7 എന്ന് പറയുന്ന ഫോർമാറ്റിലാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് എയുടെ വാല്യൂ 5 ഈക്വൽ ആയിരിക്കും, ബിയുടെ വാല്യൂ 7 ഈക്വൽ ആയിരിക്കും. ഇതാണ് റേഷ്യോന്റെ ബേസിക് റെപ്രസെന്റേഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്തത് എന്താ നോക്കേണ്ടത് വെച്ചാൽ ഒരു ആക്ച്വൽ വാല്യൂവിനെ എങ്ങനെയാണ് റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്നും ഒരു റേഷ്യോനെ എങ്ങനെയാണ് ആക്ച്വൽ വാല്യൂയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നത്, ഈ 2 കൺസെപ്റ്റ് കറക്റ്റായി അറിഞ്ഞാൽ മാത്രമേ നമുക്ക് റേഷ്യോന്റെ പ്രോബ്ലംസ് എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇപ്പൊ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഓക്കെ, ഇപ്പൊ ഇവിടെ നമുക്ക് AB എന്ന് പറയുന്ന 2 പേഴ്സൺസിന്റെ ഏജ് ആണ് തന്നിരിക്കുന്നത് വിചാരിക്കും. ഓക്കെ, AB എന്ന് പറയുന്ന 2 പേഴ്സൺസിന്റെ ഏജ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത് അല്ലെ. അത് എയുടെ ഏജ് 18, ബിയുടെ ഏജ് 12. ഇതൊന്ന് ശ്രദ്ധിക്കാം. ഇവിടെ എന്താ കമ്പയർ ചെയ്തിരിക്കുന്നത്? ഒരേ എലമെന്റ്സ്, ഏജ് എന്ന് പറയുന്ന സിമിലർ എലമെന്റ്സിനാണ് ഇവിടെ കമ്പയർ ചെയ്തിരിക്കുന്നത്. ഇനി ഈ ആക്ച്വൽ എലമെന്റിനെ നമുക്ക് റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ 2 എലമെന്റിനും കോമൺ ആയി പോകുന്ന ഒരു സംഖ്യ കൊണ്ട്, അല്ലെങ്കിൽ കോമൺ ആയി പോകുന്ന ഏറ്റവും വലിയ സംഖ്യ കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്യണം. അപ്പൊ 18ലും 12ലും കോമൺ ആയി പോകുന്ന ഏറ്റവും വലിയ നമ്പർ എന്ന് പറയുന്നത് 6 ആണ്. ദാറ്റ് ഈസ് 6 3 ടൈംസ് ആണ്. അതുപോലെ തന്നെ 6 2 ടൈംസ് ആണ്. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, അപ്പൊ എയുടെയും ബിയുടെയും ഏജസ് 18ഉം 12ഉം ആണെങ്കിൽ
റേഷ്യോ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ അവരുടെ ഏജസ് എങ്ങനെയായിരിക്കും വെച്ചാൽ എയുടെ ഏജ് 3 യൂണിറ്റും ബിയുടെ ഏജ് 2 യൂണിറ്റും ആണ്. ഇതാണ് റേഷ്യോന്റെ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ഒരു കാര്യം കൂടെ നോട്ട് ചെയ്ത് വെക്കുക, എപ്പോഴും റേഷ്യോ ഫോർമാറ്റിൽ കൺവേർട്ട് ചെയ്യുമ്പോൾ ആ റേഷ്യോ എങ്ങനെയാണോ റെപ്രസെന്റ് ചെയ്യുന്നത് അതിനെ എപ്പോഴും യൂണിറ്റ് ഫോർമാറ്റ് ആക്കിയിട്ട് നിങ്ങൾ റെപ്രസെന്റ് ചെയ്യാം. അപ്പൊ കുറച്ചും കൂടെ നമുക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ എഫക്റ്റീവ് ആകും. അത് നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോൾ കുറച്ചും കൂടെ ക്ലിയർ ആകും. ഓക്കെ, അപ്പൊ എയുടെയും ബിയുടെയും ഏജസ് 18ഉം 12ഉം ആണെങ്കിൽ റേഷ്യോ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെ കിട്ടിയെന്ന് വെച്ചാൽ 3:2, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെയും കൂടെ പറയുന്നത് വെച്ചാൽ എയുടെ മിനിമം ഏജ് എന്ന് പറയുന്നത് 3 യൂണിറ്റ്, ബിയുടെ മിനിമം ഏജ് 2 യൂണിറ്റ് ആണ്. ഇതാണ് റേഷ്യോന്റെ ബേസിക് കൺസെപ്റ്റ്. അതായത് ഒരു ആക്ച്വലിനെ റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന ബേസിക് കൺസെപ്റ്റ് ഇതാണ് വരിക. ഇനി നമുക്ക് അടുത്ത സെക്ഷനിൽ ഇതിന്റെ റിവേഴ്സും എങ്ങനെ ചെയ്യുന്നതാണ് ശ്രദ്ധിക്കാം. ഇവിടെ നമുക്ക് എ ബി എന്ന് പറയുന്ന 2 സ്റ്റുഡൻസിന്റെ മാർക്സിന്റെ റേഷ്യോസ് ആണ് തന്നിരിക്കുന്നത് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പോ 5:7 ആണ് തന്നിരിക്കുന്നത് കൺസിഡർ ചെയ്യാം. ഓക്കെ, അത് എ ബി എന്ന് പറയുന്ന 2 സ്റ്റുഡൻസിന്റെ മാർക്സിന്റെ റേഷ്യോ ആണ് തന്നിരിക്കുന്നത്. ദാറ്റ് ഈസ് 5:7. ഓക്കെ, ഇനി അവരുടെ ആക്ച്വൽ മാർക്ക് ഒരാളുടെ തന്നിട്ടുണ്ട് കൺസിഡർ ചെയ്യാം. ഓക്കെ, അതായത് ബിയുടെ ആക്ച്വൽ മാർക്ക് 49 ആണ് തന്നിരിക്കുന്നതെന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ശ്രദ്ധിക്കാം. ഇപ്പൊ എ ബി എന്ന് പറയുന്ന 2 പേഴ്സൺസിന്റെ അല്ലെങ്കിൽ 2 സ്റ്റുഡൻസിന്റെ മാർക്സിന്റെ റേഷ്യോ 5:7 ആണ് തന്നിരിക്കുന്നത്. ഇതിൽ ബിയുടെ ആക്ച്വൽ മാർക്ക് 49 ആണെങ്കിൽ എയുടെ ആക്ച്വൽ മാർക്കാണ് നമ്മൾ കണക്കാക്കുന്നത് കൺസിഡർ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം, നമ്മൾ പറഞ്ഞിട്ടുണ്ട് എപ്പോഴും റേഷ്യോ കൺസെപ്റ്റ് ആണെങ്കിൽ അത് നമ്മൾ എപ്പോഴും യൂണിറ്റ് ഫോർമാറ്റിൽ വേണം റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്കറിയാം എയുടെ ഇവിടെ 3 യൂണിറ്റും ബിയുടെ 2 യൂണിറ്റും കിട്ടിയിരിക്കുന്നത് അല്ലെ. അപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ എയുടെ 5ഉം ബിയുടെ 7ഉം ആണ് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ റെപ്രസെന്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ 5:7 യൂണിറ്റ് ടേംസ് ആക്കിയിട്ട് റെപ്രസെന്റ് ചെയ്യാം. അതായത് എയുടെ ഏജ് എന്ന് പറയുന്നത് എയുടെ മാർക്ക് എന്ന് പറയുന്നത് 5 യൂണിറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യാം, ബിയുടെ മാർക്ക് എന്ന് പറയുന്നത് 7 യൂണിറ്റ് ആയിട്ടും കൺസിഡർ ചെയ്യാം. ഓക്കെ, ഇത് നമുക്കറിയാം ബിയുടെ മാർക്സ് എന്ന് പറയുന്നത് 7 യൂണിറ്റ്സ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ബിയുടെ ആക്ച്വൽ മാർക്ക് എന്ന് പറയുന്നത് 49 ആണ് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ ഈ ബിയുടെ 7 യൂണിറ്റ് ഏത് വാല്യൂവിനാണ് ഈക്വൽ ആവാന്ന് വെച്ചാൽ 49 എന്ന് പറയുന്ന വാല്യൂവിനാണ് ഈക്വൽ ആയിട്ട് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്നത് 7 യൂണിറ്റ് ഈക്വൽസ് 49 ആണ്. അപ്പൊ നമുക്ക് കറക്റ്റ് പറയാൻ പറ്റും 7 യൂണിറ്റ്സ് 49 ആണെങ്കിൽ 1 യൂണിറ്റ്സിന്റെ വാല്യൂ എത്ര വരാൻ ചാൻസ്? 7 ആണ് വരാൻ ചാൻസ് അല്ലെ. ശ്രദ്ധിക്കുക, ഇവിടെ ബിയുടെ 7 യൂണിറ്റ്സ് 49 ആണ് ഈക്വൽ എങ്കിൽ നമുക്കറിയാം 1 യൂണിറ്റിന്റെ വാല്യൂ 7 ആയിരിക്കും ഈക്വൽ ആയി വരിക. നമ്മുടെ അടുത്ത് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ എയുടെ മാർക്സ് ആണ്, എയുടെ ഒറിജിനൽ മാർക്ക് അല്ലെങ്കിൽ എയുടെ ആക്ച്വൽ മാർക്കാണ് നമുക്ക് കിട്ടുന്നത് അല്ലെ. അപ്പൊ ഇത് നോക്കുക, എയുടെ മാർക്സിന്റെ യൂണിറ്റ് എത്രയാണ്? 5 യൂണിറ്റ്സ് ആണ് വന്നിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം 1 യൂണിറ്റ് 7നാണ് ഈക്വൽ ആവുന്നത് അല്ലെ. അപ്പൊ എയുടെ മാർക്ക് കണക്കാക്കാൻ പറയുമ്പോൾ എയുടെ 5 യൂണിറ്റ്സ് ആണ് വരിക. അപ്പൊ നമുക്കറിയാം 1 യൂണിറ്റ് 7 ആണെങ്കിൽ 5 യൂണിറ്റ്സിന്റെ വാല്യൂ 35 ആണ് വരിക. ഓക്കെ, ഇതാണ് റേഷ്യോന്റെ ബേസിക് കൺസെപ്റ്റ് വരിക. അപ്പൊ റേഷ്യോന്റെ മെയിൻ ആയിട്ടുള്ള 2 ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ ഒരു ആക്ച്വലിനെ റേഷ്യോയിലോട്ടും കൺവേർട്ട് ചെയ്യാൻ നമുക്കറിയണം, അതുപോലെ തന്നെ അതിന്റെ റിവേഴ്സും അറിയണം. അതായത് ഒരു റേഷ്യോ തന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അതിനെ ആക്ച്വൽ വാല്യൂയിലോട്ട് എത്തിക്കേണ്ടതെന്ന് അറിയണം. ഓക്കെ, അപ്പൊ ഒരു റേഷ്യോനെ ആക്ച്വൽ വാല്യൂയിലോട്ട് എത്തിക്കുമ്പോൾ നമുക്ക് അറിയേണ്ട ബേസിക് കൺസെപ്റ്റ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും എന്താണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു യൂണിറ്റിന്റെ വാല്യൂ അല്ലെങ്കിൽ ഒരു പോർഷൻ എത്രയെന്ന് നമ്മൾ ബേസിക്കായി കണക്കാക്കണം. അപ്പൊ നമുക്ക് എത്ര വലിയ പ്രോബ്ലം വന്നാലും റേഷ്യോയിൽ കറക്റ്റ് ആയിട്ട് തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്കിനി റേഷ്യോന്റെ 2 ഫോർമാറ്റ് ആയിട്ടാണ് നമുക്ക് പ്രോബ്ലംസ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഫസ്റ്റ് പാർട്ടിൽ കുറച്ച് പ്രോബ്ലംസ് നോക്കാം, സെക്കൻഡ് പാർട്ടിൽ കുറച്ച് പ്രോബ്ലംസ് നോക്കാം. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഏതൊക്കെ പ്രോബ്ലംസ് ആണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ച് ബേസിക് ആയിട്ടുള്ള ഒരു 3 പ്രോബ്ലംസും പിന്നെ കുറച്ച് വേർഡ് പ്രോബ്ലംസും ഒരു 3 ചെയ്യാം. അതിനുശേഷം ബാക്കിയുള്ളത് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് ബേസിക് പ്രോബ്ലംസ് ഒരു റേഷ്യോന്റെ 3 ഡിസ്കസ് ചെയ്യാം. ബേസിക് പ്രോബ്ലംസ് റേഷ്യോയിൽ എങ്ങനെ ചോദിക്കാന്ന് വെച്ചാൽ
കുറച്ച് ആൽഫബറ്റ്സുകളുടെ റേഷ്യോസ് എങ്ങനെയൊക്കെയാണ് ഫോം ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ കുറച്ച് ആൽഫബറ്റ്സിന്റെ റേഷ്യോസ് എന്താണ്, ഇങ്ങനത്തെയൊക്കെ പ്രോബ്ലംസ് ആണ് ബേസിക് പാറ്റേൺ എന്നത്. ഓക്കെ, നമുക്ക് ബേസിക് പ്രോബ്ലംസിൽ ഏറ്റവും മെയിൻ ആയിട്ടും റേഷ്യോയിൽ ചോദിക്കുന്ന ഒരു പ്രോബ്ലമാണ് A:B 5:7, B:C 6:7. അതായത് ഇവിടെ 3 ആൽഫബറ്റ്സ് ഉണ്ട്. അതായത് A, B, C എന്ന് പറയുന്ന 3 ആൽഫബറ്റ്സ് ഉണ്ട്. ഈ 3 ആൽഫബറ്റ്സിന്റെയും റേഷ്യോ ആണ് കാൽക്കുലേറ്റ് ചെയ്യാൻ പറയുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഈ ഒരു പാറ്റേൺ പ്രോബ്ലം വന്നാൽ നമുക്ക് 2 മെത്തേഡ് വഴിയും ചെയ്യാൻ പറ്റും. അത് ഏതൊക്കെയാണ് ആ 2 മെത്തേഡ് എന്നും നമുക്ക് നോക്കാം കേട്ടോ. ഫസ്റ്റ് മെത്തേഡ് നമുക്ക് എങ്ങനെ ചെയ്യാൻ നോക്കാം കേട്ടോ. അപ്പൊ നമുക്കറിയാം റേഷ്യോ വന്നിട്ട് നമ്മൾ 2 ഫോർമാറ്റാണ് റെപ്രസെന്റ് ചെയ്യുക. ഒന്ന് ഈസ് ടു എന്ന് പറയുന്ന ഫോർമാറ്റും ഒന്ന് ഫ്രാക്ഷൻ ഫോർമാറ്റും. ഓക്കെ, അപ്പൊ A:B 5:7 ആണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെയും കൂടെ റെപ്രസെന്റ് ചെയ്യുന്ന വെച്ചാൽ A/B 5/7 എന്ന് റെപ്രസെന്റ് ചെയ്യാം. B:C 6:11 ആണെങ്കിൽ നമുക്ക് B/C ഈക്വൽസ് 6/11 എന്ന് നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ എന്താ നോക്കേണ്ടതെന്ന് വെച്ചാൽ 2 ഫ്രാക്ഷൻ എടുക്കുമ്പോൾ അതിന് കോമൺ ആയി വരുന്ന എലമെന്റ് ഏതാ നോക്കുക. 2നും കോമൺ ആയി വരുന്ന എലമെന്റ് B ആണെങ്കിൽ ഇവിടെ ബിയുടെ വാല്യൂ 7ഉം ഇവിടെ ബിയുടെ വാല്യൂ 6ഉം ആണ്. ഓക്കെ, അപ്പൊ നമുക്കറിയാം 2 അവിടുത്തെ ബിയുടെ വാല്യൂവും എപ്പോഴും സെയിം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇവിടെ ബിയുടെ വാല്യൂ 7ഉം ഇവിടെ ബിയുടെ വാല്യൂ 6ഉം ആണ്. അപ്പൊ നമ്മൾ ഇനീഷ്യലി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 2 അവിടുത്തെ ബിയുടെ വാല്യൂസും ഈക്വൽ ആക്കേണ്ടത്. അപ്പൊ നമുക്ക് എങ്ങനെ ഈക്വൽ ആക്കാന്ന് വെച്ചാൽ ഈ 7നെ നമ്മൾ എന്തുകൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത് വെച്ചാൽ ഈ ബിയുടെ വാല്യൂ ആയിട്ടുള്ള 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതേപോലെ തന്നെ റിവേഴ്സ് ചെയ്യാം. ഈ ബിയുടെ വാല്യൂ ആയിട്ടുള്ള 6നെ നമ്മൾ ഈ 7 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായി ബിയുടെ വാല്യൂ 2 അവിടെയും ഈക്വൽ ആയി കിട്ടി. അത് ഇവിടെയും 42 വരും, ഇവിടെയും 42 ആണ്. ഓക്കെ, ഇനി നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ 5/7 7 എന്ന് പറയുന്ന ഡിനോമിനേറ്ററിനെ നമ്മൾ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഒരു ഫ്രാക്ഷനില് ഏതെങ്കിലും ഒരു പോർഷൻ, ഇപ്പൊ ന്യൂമറേറ്റർ ആവാം അല്ലെങ്കിൽ ഡിനോമിനേറ്റർ ആവാം, ഏതെങ്കിലും ഒരു പോർഷനെ ഒരു പെർട്ടിക്കുലർ നമ്പർ കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന എലമെന്റിനെയും, അതായത് ഡിനോമിനേറ്ററിനെ ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ടാണെങ്കിൽ ന്യൂമറേറ്ററിനെയും അതുപോലെ തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അതുപോലെ തന്നെ ന്യൂമറേറ്ററിനെ ഒരു പർട്ടിക്കുലർ നമ്പർ കൊണ്ടാണെങ്കിൽ ഡിനോമിനേറ്ററിനെ പർട്ടിക്കുലർ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കണം. ഓക്കെ, 5/7 7നെ നമ്മൾ 6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തതെങ്കിൽ ഡിനോമിനേറ്ററിനെ നമ്മൾ 6 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്തത്. അപ്പൊ അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ന്യൂമറേറ്ററിനെ നമ്മൾ 6 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്തു. ഓക്കെ, അപ്പൊ ഈ കേസ് നമുക്ക് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഈ 6നെ നമ്മൾ 7 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഈ 11നെയും നമ്മൾ 7 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നമുക്ക് A:B:C റേഷ്യോ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ ശ്രദ്ധിക്കാം. എയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം. എന്താ വരിക 5 × 6 30 ആയിരിക്കും എയുടെ വാല്യൂ വരിക. ബിയുടെ വാല്യൂ എങ്ങനെ വരിക വെച്ചാൽ 7 × 6 42 ആയിരിക്കും വരിക. സിയുടെ വാല്യൂ എന്താ വരിക വെച്ചാൽ 11 × 7 77 ആണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് A:B:C എത്ര റേഷ്യോ വരുന്നത് വെച്ചാൽ 30:42:77 ആണ് റേഷ്യോ. ഇതാണ് നമുക്ക് ചെയ്യുന്ന ബേസിക് മെത്തേഡ്. ഈ മെത്തേഡ് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ കോമൺ ആയി വരുന്ന എലമെന്റിനെ ഈക്വലൈസ് ചെയ്യാണ് നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇത് നമുക്ക് വേറെ ഒരു മെത്തേഡ് കൂടി ഉണ്ട്, അതും കൂടെ നമുക്ക് ഇങ്ങനെയാണ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ ഇവിടെ ഏതൊക്കെ പറയുന്നത് വെച്ചാൽ ABCയുടെ റേഷ്യോസ് ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ A:B:C ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് ആ ഓർഡറിൽ എഴുതി പോവാം. A:B 5:7 ആണ് അല്ലേ. അപ്പൊ ആ എലമെന്റ് ഫസ്റ്റ് എഴുതുന്നുണ്ട്. A:B 5:7 ആണ്. B:C 6:11 ആണ്. B:C 6:11 ആണ്. ഈ ഒരു പാറ്റേണിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കറക്റ്റ് ആയിട്ട് എഴുതാൻ പറ്റും. ഇനി നമ്മൾ എന്താ ചെക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഓരോ റോവിലും ഏതൊക്കെ എലമെന്റ് ആണ് പെൻഡിങ് ആയിട്ട് വരുന്നത് അല്ലെങ്കിൽ ഗ്യാപ്പ് വരുന്നത് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഫസ്റ്റ് റോ എടുക്കുമ്പോൾ സിയുടെ പോർഷൻ ആണ് ഗ്യാപ്പ് വരുന്നത്, സെക്കൻഡ് റോ എടുക്കുമ്പോൾ എയുടെ പോർഷൻ ആണ് ഗ്യാപ്പ് വരുന്നത് അല്ലെ. അപ്പൊ ഈ ഗ്യാപ്പുകൾ അല്ലെങ്കിൽ ബ്ലാങ്ക് സ്പേസുകൾ നമുക്ക് എങ്ങനെ ഫിൽ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ആ ബ്ലാങ്ക് സ്പേസിന്റെ
അഡ്ജസ്റ്റന്റ് ആയി വരുന്ന നമ്പർ കൊണ്ട് അതിനെ ഫിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ബ്ലാങ്ക് സ്പേസിന് അഡ്ജസ്റ്റന്റ് ആയി വരുന്ന നമ്പർ, അതായത് അതിന്റെ അടുത്ത് വരുന്ന നമ്പർ 7 ആണ് അല്ലെ. അപ്പൊ ഈ ബ്ലാങ്ക് സ്പേസിനെ 7 കൊണ്ട് ഫിൽ ചെയ്യാം, ഈ ബ്ലാങ്ക് സ്പേസിനെ നമ്മൾ 6 കൊണ്ട് ഫിൽ ചെയ്യാം. അപ്പൊ നമുക്ക് എയുടെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ 5 into 6 ചെയ്യാം, 30 ആണ് വരിക. ബിയുടെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ 7 into 6 42 ആണ് വരിക. സിയുടെ വാല്യൂ എങ്ങനെ ചെയ്യുന്ന വെച്ചാൽ 7 into 11 77. അപ്പൊ രണ്ട് മെത്തേഡ് വഴി ചെയ്യുമ്പോൾ നമുക്ക് എന്തെങ്കിലും കിട്ടുക, സെയിം റേഷ്യോസ് തന്നെയാണ് കിട്ടുക. അപ്പൊ ഇതാണ് റേഷ്യോ ചോദിക്കുന്ന ബേസിക് പ്രോബ്ലം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പാറ്റേൺ പ്രോബ്ലം എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് സെക്കൻഡ് പ്രോബ്ലം എങ്ങനെ എഴുതാം? ബേസിക് പ്രോബ്ലത്തിൽ സെക്കൻഡ് പാറ്റേൺ പ്രോബ്ലം വേറെ ഒരു പാറ്റേണിലാണ് ചോദിക്കുക. ഇപ്പൊ നോക്കുക, ഇവിടെ 2a equals 3b equals 4c ആണ് എങ്കിൽ a is to b is to c ആണ് ഇവിടെ ചൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പൊ ഈ കൺസെപ്റ്റ് നമുക്ക് രണ്ട് മെത്തേഡ് വഴി ചെയ്യാൻ പറ്റും. എങ്ങനെയൊക്കെയാണ് ആ രണ്ട് മെത്തേഡ് വഴി സോൾവ് ചെയ്യേണ്ടത് നമുക്ക് കേട്ടോ. ഫസ്റ്റ് മെത്തേഡ് എന്താ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ എയും ബിയും തമ്മിൽ കമ്പയർ ചെയ്യണം. അതായത് 2a equals 3b ആണ്. ഓക്കെ, then next one ബിയും സിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ നമുക്കറിയാം 3b equals 4c ആണ്. ഓക്കെ, അപ്പൊ ഈ കൺസെപ്റ്റ് നിങ്ങൾ കറക്റ്റായി മനസ്സിലാക്കുക. എയുടെ 2 ടൈംസ് ബിയുടെ 3 ടൈംസ് ആണ് ഈക്വൽ വരിക. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയാം എയുടെ 2 ടൈംസ് ബിയുടെ 3 ടൈംസ് ആണ് ഈക്വൽ എങ്കിൽ എയുടെ വാല്യൂ ആൾവേസ് ബിയുടെ വാല്യൂവിനേക്കാൾ ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമ്മൾ ഇതിനെ 2a equals 3b നെ നമുക്കിപ്പോ ഫ്രാക്ഷൻ ഫോർമാറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്നത് നമുക്കറിയാം 2a 3bക്കാണ് ഈക്വൽ എങ്കിൽ നമുക്ക് എന്തായാലും എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ എയുടെ വാല്യൂ ബിയുടെ വാല്യൂവിനേക്കാൾ എന്തായാലും ഗ്രേറ്റർ ആയിരിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ 2 3 എന്ന് പറയുന്ന രണ്ട് നമ്പേഴ്സിന് ഗ്രേറ്റസ്റ്റ് വാല്യൂ എക്കും അസൈൻ ചെയ്യാം, കുറവ് വാല്യൂ ബിക്കും അസൈൻ ചെയ്യാം. ഇപ്പൊ 2 3 ഗ്രേറ്റസ്റ്റ് വാല്യൂ എന്ന് പറയുന്നത് 3 ആണ്. അപ്പൊ 3 എക്ക് അസൈൻ ചെയ്ത് കൊടുക്കുക, ബാക്കി റിമൈനിങ് വരുന്ന 2 വന്നിട്ട് ബിക്കും അസൈൻ ചെയ്ത് കൊടുക്കുക. ഇതാണ് ഒരു പാറ്റേൺ വഴി നമുക്ക് ചെയ്യാൻ പറ്റുക. അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ, ഇപ്പൊ 2a equals 3b ആണെങ്കിൽ നമുക്ക് a by bയുടെ വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ, എയുടെ വാല്യൂ ജസ്റ്റ് അതിന്റെ ഓപ്പോസിറ്റ് നമ്പർ ആയിട്ടുള്ള 3 കൊടുക്കുക, ബിയുടെ വാല്യൂ അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് നമ്പർ ആയിട്ടുള്ള 2 കൊടുക്കുക. ഓക്കെ, ഇതാണ് അടുത്ത പാറ്റേണിൽ പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്ക് ഇതേ കൺസെപ്റ്റ് വഴി തന്നെ ബിയും സിയും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്യുന്നു. ഓക്കെ, അപ്പൊ ബി ബൈ സി ആണ് നമ്മൾ ചെയ്യുന്നത്. നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ ബിയുടെ വാല്യൂ എന്ന് പറയുന്നത് നമുക്ക് 4 ആയിട്ട് എടുക്കാം, അതുപോലെ തന്നെ സിയുടെ വാല്യൂ വന്നിട്ട് നമുക്ക് 3 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഫസ്റ്റ് പാറ്റേണിൽ എങ്ങനെയാണോ പ്രോബ്ലം ചെയ്യുന്നത് അതേ പാറ്റേണിലോട്ട് നമ്മളിപ്പോൾ എത്തിക്കഴിഞ്ഞു അല്ലെ. അതായത് a by b 3/2, b by c 4/3. ഓക്കെ, അപ്പൊ ഇവിടെ കോമൺ എലമെന്റ് ബി ആണ് വരിക. ഇവിടെ ബിയുടെ വാല്യൂ 2, ഇവിടെ ബിയുടെ വാല്യൂ 4 ആണ് വരിക. അപ്പൊ രണ്ട് അവിടുത്തെ ബിയുടെ വാല്യൂസും നമ്മൾ ഈക്വലൈസ് ചെയ്യണം. നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈക്വലൈസ് ചെയ്യാം. ഇവിടെ 2 into 4, ഇവിടെ 4 into 2 ചെയ്തിട്ട് നമുക്ക് ഈക്വലൈസ് ചെയ്യാം. അത് അല്ലാണ്ട് നമുക്ക് ഈക്വലൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ ബിയുടെ വാല്യൂ 2 ഉം ഇവിടെ ബിയുടെ വാല്യൂ 4 ആണെങ്കിൽ നമുക്ക് എങ്ങനെ ഈക്വലൈസ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഈ 2വിനെ ഈ 4 എന്ന് പറയുന്ന എലമെന്റിലോട്ട് എത്തിച്ചാൽ മതി. നമുക്ക് എങ്ങനെ എത്തിക്കാന്ന് വെച്ചാൽ ഈ 2വിനെ ജസ്റ്റ് 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഡിനോമിനേറ്റർ 2 കൊണ്ടാണ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ന്യൂമറേറ്റർ 2 കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് a is to b is to c എങ്ങനെ റേഷ്യോ വരുന്ന വെച്ചാൽ എയുടെ വാല്യൂ 6 വരും, ബിയുടെ വാല്യൂ രണ്ട് കേസ് എടുത്താൽ നമുക്ക് 4 ആണ് വരിക, സിയുടെ വാല്യൂ 3 ആണ് വരിക. അപ്പൊ a is to b is to c നമുക്ക് എത്ര കിട്ടുക വെച്ചാൽ 6 is to 4 is to 3 ആണ് കിട്ടുക. ഇതാണ് ഫസ്റ്റ് പാറ്റേൺ എന്ന് പറയുന്നത്. ഈ സെക്കൻഡ് മെത്തേഡ് വഴി നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ശ്രദ്ധിക്കാം, 2a 3b 4c ആണ്. ഓക്കെ, അപ്പൊ ഇതിൽ വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയെന്ന് കറക്റ്റ് ആയി നോക്കുക. 2 3 4 എന്നിട്ട് ഈ നമ്പേഴ്സിന്റെ എൽസിയം കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന എൽസിയം എന്ന് പറയുന്നത് 12 ആയിരിക്കും നമുക്ക് കിട്ടുന്ന എൽസിയം വരിക. ഓക്കെ, ഇനി നമുക്ക് a is to b is to c എങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ
ശ്രദ്ധിക്കുക. ഓക്കെ, A is to B is to C ആണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് ഏത് റേഷ്യോ അല്ലെങ്കിൽ ഏത് മിനിമം വാല്യൂ നമുക്ക് എങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയ LCM എന്താ നോക്കുക. നമുക്ക് കിട്ടിയ LCM 12 ആണ്. ആ കൺസേൺഡ് ആയിട്ടുള്ള LCMനെ നമ്മൾ എയുടെ എത്ര ടൈംസ് ആണോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. അതായത് 12 ഡിവൈഡഡ് ബൈ 2 ചെയ്യുന്നു. അതുപോലെ തന്നെ BD നമുക്ക് എങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ നമുക്ക് കിട്ടിയിരിക്കുന്ന LCM എന്ന് പറയുന്നത് 12 ആണ്. ആ 12നെ എന്തുകൊണ്ട് ഡിവൈഡ് ചെയ്യാന്ന് വെച്ചാൽ ബിയുടെ എത്ര ടൈംസ് ആണോ പറയുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. CD നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ എന്താണോ നമുക്ക് കിട്ടിയിരിക്കുന്ന LCM അതിനെ സിയുടെ എത്ര ടൈംസ് ആണോ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, അപ്പൊ 12/2 എന്ന് പറയുമ്പോൾ 6 ഈക്വലേറ്റ്, 12/3 4 ഈക്വലേറ്റ്, 12/4 3 ഈക്വലേറ്റ്. അപ്പൊ നമുക്ക് എത്ര 6:4:3 ആണ്. ഓക്കെ, അപ്പൊ രണ്ട് കൺസെപ്റ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്ന റേഷ്യോ എന്താ വരിക? 6:4:3 ആണ് വരിക. പക്ഷെ രണ്ട് മെത്തേഡുകളും നിങ്ങൾ കറക്റ്റ് ആയിട്ട് പഠിച്ചെടുക്കുക. ഓക്കെ, നമുക്കപ്പോ തേർഡ് ബേസിക് ആയിട്ട് വരുന്ന പ്രോബ്ലം എങ്ങനെ നോക്കാം. അപ്പൊ നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം എങ്ങനെ നോക്കിയിട്ടുണ്ടെന്ന് വെച്ചാൽ അതിലിപ്പോ 2a = 3b = 4c എന്ന് പറയുന്ന പ്രോബ്ലം ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത് അല്ലെ. അതായത് എല്ലാ എലമെന്റ്സും ഈക്വൽ ആണ്, പക്ഷെ ഏത് ഫോർമാറ്റിലല്ല, ഏത് എലമെന്റും ഫ്രാക്ഷന്റെ ഫോർമാറ്റിലല്ല വന്നിരിക്കുന്നത് അല്ലെ. അതായത് എല്ലാ എലമെന്റ്സും എന്താണ് പരസ്പരം ഈക്വൽ ആണ്, പക്ഷെ എല്ലാ എലമെന്റും എങ്ങനെ വന്നിരിക്കുന്നത് ഒരിക്കലും ഒരു ഫ്രാക്ഷന്റെ ഫോർമാറ്റിലല്ല വന്നിരിക്കുന്നത്. ഓരോ ആൽഫബറ്റ്സും അതിന്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എത്ര ടൈംസ് എന്നാണ് പറയുന്നത് അല്ലെ. പക്ഷെ ഈ ഒരു പാറ്റേൺ നോക്കാം, എല്ലാ എലമെന്റ്സും എന്താണ് ഈക്വൽ എന്നാണ് പറയുന്നത്. പക്ഷെ തന്നിരിക്കുന്ന പ്രോബ്ലത്തിന്റെ പാറ്റേൺ എങ്ങനെ നോക്കുക, എങ്ങനെ തന്നിരിക്കുന്നത് വെച്ചാൽ ഓരോ എലമെന്റും നമുക്ക് ഫ്രാക്ഷന്റെ ഫോർമാറ്റ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. ഓരോ എലമെന്റ് തന്നിരിക്കുന്ന ഫ്രാക്ഷന്റെ ഫോർമാറ്റ് ആണ്. ഓരോ ഫ്രാക്ഷനും അടുത്തടുത്ത ഫ്രാക്ഷന് എന്തുകൊണ്ടാണ് പറയുന്നത് ഈക്വൽ എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഇങ്ങനെയുള്ള കേസിൽ A:B:C യുടെ റേഷ്യോ ആണ് നമുക്ക് കണക്കാക്കാൻ പറയുന്നത് അല്ലെ. അപ്പൊ ശ്രദ്ധിക്കുക, ഓരോ ഫ്രാക്ഷൻസും എന്താണ് ഈക്വൽ ആയിട്ടാണ് വരുന്നത്. ഇനി നമ്മൾ എന്താണ് പറയുന്നത് വെച്ചാൽ ഓരോ ഫ്രാക്ഷന്റെയും അല്ലെങ്കിൽ എല്ലാ ഫ്രാക്ഷന്റെയും ന്യൂമറേറ്റേഴ്സ് എന്ന് പറയുന്നത് ആൽഫബറ്റ്സും ആണ്. അതുപോലെ തന്നെ എല്ലാ ഫ്രാക്ഷൻസിന്റെയും ഡിനോമിനേറ്റേഴ്സ് എന്ന് പറയുന്നത് നമ്പേഴ്സും ആണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കേസ് അതായത് ഇപ്പൊ ഓരോ ഫ്രാക്ഷൻസും അടുത്തടുത്ത ഫ്രാക്ഷൻസിന് ഈക്വലും ആയിരിക്കണം. അതുപോലെ തന്നെ ആ ഫ്രാക്ഷന്റെ ന്യൂമറേറ്റേഴ്സ് എല്ലാം ആൽഫബറ്റ്സും ഡിനോമിനേറ്റേഴ്സ് എല്ലാം നമ്പേഴ്സും ആണെങ്കിൽ നമുക്ക് റേഷ്യോ പെട്ടെന്ന് എങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ ആ ആൽഫബറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്നത് ന്യൂമറേറ്ററിൽ വരുന്ന ആൽഫബറ്റിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിനോമിനേറ്ററിന്റെ ആയിരിക്കും അതിന്റെ ലീസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് A:B:C എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ എയുടെ ഏറ്റവും ചെറിയ വാല്യൂ 3 ആണ് വരിക, ബിയുടെ ഏറ്റവും ചെറിയ വാല്യൂ 4 ആണ് വരിക, സിയുടെ ഏറ്റവും ചെറിയ വാല്യൂ 5 ആണ് വരിക. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കണ്ടാൽ നിങ്ങൾ ഒരിക്കലും ചെയ്ത് സമയം കളയരുത്. നമുക്ക് വേണമെങ്കിൽ ചെയ്ത് നോക്കുകയും ചെയ്യാം. അതായത് ഇപ്പോൾ A/3 = B/4 നമുക്ക് 4a = 3b ആ ഒരു കൺസെപ്റ്റ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്ത് നോക്കാനും പറ്റും. ശ്രദ്ധിക്കുക, ഈ ഒരു കൺസെപ്റ്റ് വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റും. അപ്പൊ ശ്രദ്ധിച്ചു നോക്കുക. അപ്പൊ നമുക്ക് ഒരു സാധാ കാൽക്കുലേഷൻ നമ്മൾ ചെയ്യുന്നെങ്കിൽ A/3 = B/4 എന്ന് പറയുമ്പോൾ നമുക്ക് അതിൽ നിന്നും എന്ത് ഡിറൈവ് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ 4a = 3b നമുക്ക് കിട്ടും. അതുപോലെ തന്നെ B/4 = C/5 ആണ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്തായി കിട്ടുന്നത് വെച്ചാൽ 5b = 4c ആണ്. ഓക്കെ, ഇനി നമ്മൾ 4aയും 3bയും കമ്പയർ ചെയ്യണം, പിന്നെ 5bയും 4cയും കമ്പയർ ചെയ്യണം. ഇത് രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടും നമുക്ക് പ്രോബ്ലം ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫൈനൽ ആൻസർ എത്ര വരിക വെച്ചാൽ 3:4:5 എന്ന് വരിക. പക്ഷെ ഇങ്ങനത്തെ പാറ്റേൺ പ്രോബ്ലം വന്നാൽ ഒരിക്കലും ഈ ഒരു അപ്രോച്ച് നിങ്ങൾ ഒരിക്കലും ചെയ്യരുത്. കാരണം ഫുൾ ടൈം നമ്മൾ വേസ്റ്റ് ആവുകയാണ് ചെയ്യാം. അപ്പൊ ബെറ്റർ ആയിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസ് ആണ്, എല്ലാ ഫ്രാക്ഷൻസ് ആണ് തന്നിരിക്കുന്നത്. ആ എല്ലാ ഫ്രാക്ഷൻസും അടുത്തടുത്ത ഫ്രാക്ഷൻസിന് ഈക്വലുമാണ്. അത് പോരാതെ തന്നെ ന്യൂമറേറ്റേഴ്സ് എല്ലാം ആൽഫബറ്റ്സും ഡിനോമിനേറ്റേഴ്സ് എല്ലാ നമ്പേഴ്സും ആണെങ്കിൽ നമുക്ക് റേഷ്യോ പെട്ടെന്ന് എങ്ങനെ കണക്കാക്കാന്ന് വെച്ചാൽ ന്യൂമറേറ്റേഴ്സിന്റെ കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ഡിനോമിനേറ്ററിന്റെ ആയിരിക്കും അതിന്റെ ലീസ്റ്റ് വാല്യൂ അല്ലെങ്കിൽ റേഷ്യോ എന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയി? ഓക്കെ,
അടുത്ത നമുക്ക് കുറച്ച് മെയിൻ പ്രോബ്ലത്തിലേക്ക് കിടക്കാം, റേഷ്യോയിൽ ചോദിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ നോക്കാം കേട്ടോ. റേഷ്യോ ഓഫ് ടു നമ്പേഴ്സ് ആർ 3:4 എന്ന് പറയുന്നത് അല്ലെ. അതായത് രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ നമുക്ക് തന്നിരിക്കുന്നത് 3:4 ആണ് പറയുന്നത് അല്ലെ. their sum is 420. ആ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്ന 420 ആണ്. എങ്കിൽ നമ്മൾ എന്താ ചോദിച്ചിരിക്കുന്നത് വെച്ചാൽ ആ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഓക്കെ, അപ്പൊ ശ്രദ്ധിക്കുക, രണ്ട് നമ്പേഴ്സിന്റെ റേഷ്യോ 3:4 ആണ്. ആ നമ്പേഴ്സിന്റെ ടോട്ടൽ 420 ആണെങ്കിൽ ആ ഗ്രേറ്റസ്റ്റ് നമ്പറിന്റെ വാല്യൂ ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു പ്രോബ്ലം അപ്രോച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്പർ, സെക്കൻഡ് രണ്ട് നമ്പേഴ്സ് ആണ് തന്നിരിക്കുന്നത് അല്ലെ. അവരുടെ റേഷ്യോസ് കറക്റ്റ് ആയി നോക്കുക. 3:4 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ ഫസ്റ്റ് നമ്പർ 3 യൂണിറ്റ് ആണെങ്കിൽ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത് 4 യൂണിറ്റ് ആണ്. ഫസ്റ്റ് നമ്പർ 3 യൂണിറ്റ് ആണെങ്കിൽ സെക്കൻഡ് നമ്പർ 4 യൂണിറ്റ് ആണ്. ഇനി നെക്സ്റ്റ് ഈ സെക്ഷൻ എന്താ പറയുന്നത് വെച്ചാൽ ഈ നമ്പേഴ്സിന്റെ സമ്മ് 420 ആണെങ്കിൽ ഗ്രേറ്റസ്റ്റ് നമ്പർ എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് നമ്പർ 3 യൂണിറ്റ്സും സെക്കൻഡ് നമ്പർ 4 യൂണിറ്റ്സും ആണ്. ഓക്കെ, അപ്പൊ ഫസ്റ്റ് പ്ലസ് സെക്കൻഡ്. ഫസ്റ്റ് നമ്പർ 3 യൂണിറ്റ്സും സെക്കൻഡ് നമ്പർ 4 യൂണിറ്റ്സും ആയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നതെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് എന്ന് പറയുന്നത് 7 യൂണിറ്റ്സ് ആയിരിക്കും. ഓക്കെ, ഫസ്റ്റ് നമ്പർ 3 യൂണിറ്റ്സും സെക്കൻഡ് നമ്പർ 4 യൂണിറ്റ്സും ആണെങ്കിൽ ഈ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് എന്ന് പറയുന്നത് 7 യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് ടേംസിൽ നോക്കുമ്പോൾ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് നമുക്ക് കിട്ടിയിരിക്കുന്നത് 7 യൂണിറ്റ്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ക്വസ്റ്റ്യനിൽ ക്ലിയർ ആയി പറയുന്നുണ്ട് ഈ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് 420 എന്നാണ് പറയുന്നത്. ഓക്കെ, യൂണിറ്റ് ടേംസിൽ നോക്കുമ്പോൾ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് 7, വാല്യൂ ടേംസിൽ നോക്കുമ്പോൾ ഈ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് 420 ആണ്. അപ്പൊ നമുക്ക് ക്ലിയർ ആയിട്ട് എന്ത് പറയാന്ന് വെച്ചാൽ ഈ കിട്ടിയ 7 യൂണിറ്റ്സ് എന്ന് പറയുന്നത് 420 എന്ന് പറയുന്ന വാല്യൂവിന് ഈക്വൽ ആയിട്ട് ആയിരിക്കും. ഓക്കെ, അത് ഫസ്റ്റ് നമ്പർ 3 യൂണിറ്റ് സെക്കൻഡ് നമ്പർ 4 യൂണിറ്റ് ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് എന്ന് പറയുന്നത് 7 യൂണിറ്റ്സ് ആണ്. യൂണിറ്റ് ടേംസിൽ നോക്കുമ്പോൾ രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് എന്ന് പറയുന്നത് 7 യൂണിറ്റ്സ് ആണ് വരിക. പക്ഷെ നമുക്ക് ക്ലിയർ ആയി ഇവിടെ തന്നിട്ടുണ്ട് രണ്ട് നമ്പേഴ്സിന്റെ സമ്മ് എന്ന് പറയുന്നത് 420 ആണ് വരിക അല്ലെ. അപ്പൊ 7 യൂണിറ്റ്സ് എന്ന് പറയുന്നത് 420 എന്ന് പറയുന്ന വാല്യൂവിനാണ് ഈക്വൽ ആയിട്ട്. ഓക്കെ, 7 യൂണിറ്റ്സ് 420 ആണെങ്കിൽ നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം 1 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 60 ആയിരിക്കും. ഓക്കെ, 7 യൂണിറ്റ്സ് 420 ആണെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും 1 യൂണിറ്റിന്റെ വാല്യൂ 60 ആണ്. നമ്മുടെ അടുത്ത് എന്താണ് കണക്കാക്കാൻ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഗ്രേറ്റസ്റ്റ് നമ്പർ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം ഫസ്റ്റ് നമ്പർ 3 യൂണിറ്റും ആണ്, സെക്കൻഡ് നമ്പർ 4 യൂണിറ്റ് ആണ്. അപ്പൊ ഗ്രേറ്റസ്റ്റ് നമ്പർ എന്ന് പറയുന്നത് 4 യൂണിറ്റിന്റെയാണ് ഗ്രേറ്റസ്റ്റ് നമ്പർ അല്ലെ. അപ്പൊ ഗ്രേറ്റസ്റ്റ് എന്ന് പറയുന്നത് സെക്കൻഡ് നമ്പർ ആണ് വരിക. അപ്പൊ സെക്കൻഡ് നമ്പറിന്റെ യൂണിറ്റുകൾ എത്രയാണ് നോക്കുക, 4 യൂണിറ്റ്സ് ആണ് അല്ലെ. നമുക്ക് ക്ലിയർ ആയിട്ട് അറിയാം ഒരു യൂണിറ്റിന്റെ വാല്യൂ 60 ആണെങ്കിൽ 4 യൂണിറ്റ്സിന്റെ വാല്യൂ എന്ന് പറഞ്ഞാൽ 60യുടെ 4 ടൈംസ്, അതായത് 60 × 4, അപ്പൊ 240 ആണ്. ഓക്കെ, അപ്പൊ 240 ആണ് ഗ്രേറ്റസ്റ്റ് നമ്പറിന്റെ വാല്യൂ. ഓക്കെ, നമുക്കപ്പോ അടുത്ത പ്രോബ്ലം എന്താ നോക്കാം. ശ്രദ്ധിക്കുക, ഇവിടെ എന്താ വെച്ചാൽ an amount of money is distributed among ABC in the ratio 3:5:7 ആണ് അല്ലെ. അതായത് ഒരു എമൗണ്ട് ABC എന്നിവർ 3:5:7 എന്ന് പറയുന്ന റേഷ്യോയിലാണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. ഇനി അടുത്തത് പറയുന്നത് വെച്ചാൽ if B's share is 1,500, അതായത് ഇതിൽ ബിയുടെ ഷെയർ 1500 ആണെങ്കിൽ find the difference between A's and C's ഷെയർ എന്ന് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ബിയുടെ ഷെയർ 1500 ആണെങ്കിൽ എയുടെയും സിയുടെയും ഷെയർസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്ക് ഇത് എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കുക, അപ്പൊ ആരൊക്കെയാണ് ഒരു എമൗണ്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് നോക്കുക. ABC ആണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. 3:5:7 ആണ് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമ്മൾ എങ്ങനെ എഴുതുന്നത് വെച്ചാൽ എക്ക് റിസീവ് ചെയ്യുന്നത് 3 യൂണിറ്റ്സ് ആണെങ്കിൽ
ബിക്ക് റിസീവ് ചെയ്യുന്നത് 5 യൂണിറ്റ്സ് വരും, സിക്ക് റിസീവ് ചെയ്യുന്നത് 7 യൂണിറ്റ്സ് ആണ്. ഈ കൺസെപ്റ്റ് കറക്റ്റായി മനസ്സിലാക്കുക. ഓക്കെ, എക്ക് 3 യൂണിറ്റ് ആണെങ്കിൽ ബിക്ക് 5 യൂണിറ്റ്, സിക്ക് 7 യൂണിറ്റ് ആണ്. ഇനി നമ്മളിത് എന്താണ് പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ബിയുടെ ഷെയർ 1500 എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ നമുക്കിവിടെ കറക്റ്റ് കിട്ടിയിട്ടുണ്ട് ബിക്ക് റിസീവ് ചെയ്യുന്ന വാല്യൂ അല്ലെങ്കിൽ ബിക്ക് റിസീവ് ചെയ്യുന്ന ഷെയർ എന്ന് പറയുന്നത് യൂണിറ്റ് ടേംസിലാണ് നമ്മൾ കണക്കാക്കുന്നതെങ്കിൽ ബിക്ക് റിസീവ് ചെയ്യുന്നത് 5 യൂണിറ്റ് ആണ് ബിക്ക് റിസീവ് ചെയ്യുക അല്ലെ. നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം യൂണിറ്റ് ടേംസിലാണ് നോക്കുന്നെങ്കിൽ ബിക്ക് റിസീവ് ചെയ്യുന്നത് 5 യൂണിറ്റ്സ് ആണ് അല്ലെ. ആ കൺസെപ്റ്റ് കറക്റ്റ് മനസ്സിലാക്കുക. ബിക്ക് റിസീവ് ചെയ്യുന്നത് യൂണിറ്റ് ടേംസിൽ നോക്കുമ്പോൾ ബിക്ക് റിസീവ് ചെയ്തത് 5 യൂണിറ്റ്സ് ആണ്. പക്ഷെ നമ്മൾ ഇവിടെ കറക്റ്റ് പറയുന്നത് ബിയുടെ ഷെയർ എന്ന് പറയുന്നത് 1500 ആണ് പറയുന്നത്. അപ്പൊ നമുക്കറിയാം ബിക്ക് റിസീവ് ചെയ്ത 5 യൂണിറ്റ് എന്ന് പറയുന്നത് ഏത് വാല്യൂമാണ് ഈക്വൽ ആവുന്നത് വെച്ചാൽ 1500 എന്ന് പറയുന്ന വാല്യൂമാണ് ഈക്വൽ ആവുന്നത്. ഓക്കെ, ബിക്ക് റിസീവ് ചെയ്ത 5 യൂണിറ്റ് 1500 എന്ന് പറയുന്ന എമൗണ്ടിനാണ് ഈക്വൽ ആവുന്നത്. ഓക്കെ, 5 യൂണിറ്റ്സ് 1500 ആണെങ്കിൽ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്യുന്ന വെച്ചാൽ 1 യൂണിറ്റിന്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, 5 യൂണിറ്റ്സ് 1500 ആണെങ്കിൽ 1 യൂണിറ്റിന്റെ വാല്യൂ എത്രയായിരിക്കും വെച്ചാൽ 1500/5 ചെയ്താൽ 300 ആണ്. ഓക്കെ, ഇനി നമ്മുടെ അടുത്ത് എന്താണ് ചോദ്യത്തിൽ പറഞ്ഞിരിക്കുന്നത് ചോദിക്കുക ഡിഫറൻസ് ബിറ്റ്വീൻ എസ് ആൻഡ് സീസ് ഷെയർ എന്നാണ് പറയുന്നത് അല്ലെ. അതായത് എയുടെയും സിയുടെയും ഷെയർസ് തമ്മിലുള്ള ഡിഫറൻസ് ആണ് ചോദിച്ചത് അല്ലെ. അപ്പൊ ഇവിടെ കറക്റ്റ് ആയിട്ട് അറിയുന്നത് സിയുടെയും എയുടെയും ഷെയർസിന്റെ ഡിഫറൻസ് ആണ് നമുക്ക് കണക്കാക്കുന്നത് അല്ലെ. എയുടെയും സിയുടെയും ഷെയർസ് തമ്മിലുള്ള വ്യത്യാസം. അപ്പൊ ഇവിടെ സിയുടെ ഷെയർ ആണ് കൂടുതൽ വരിക, അതുകൊണ്ടാണ് സി മൈനസ് എ എന്ന് എഴുതിയിരിക്കുന്നത് കേട്ടോ. നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാം സിയുടെ ഷെയർ 7 യൂണിറ്റ്സും എയുടെ ഷെയർ 3 യൂണിറ്റ്സും ഉണ്ട്. അപ്പൊ ഇവർക്ക് ലഭിക്കുന്ന എമൗണ്ടിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് സിക്ക് 7 എക്ക് 3 യൂണിറ്റ്സും ആണെങ്കിൽ ഇവർക്ക് ലഭിക്കുന്ന എമൗണ്ട് അല്ലെങ്കിൽ ഷെയർസിന്റെ ഡിഫറൻസ് എന്ന് പറയുന്നത് 7 - 3 4 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ട വാല്യൂ എന്താണെന്ന് വെച്ചാൽ 4 യൂണിറ്റ്സിന്റെ വാല്യൂ ആണ് നമുക്ക് ഇവിടെ ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് അറിയാം 1 യൂണിറ്റിന്റെ വാല്യൂ 300 ആണ്. ഓക്കെ, അപ്പൊ നമ്മൾ ജസ്റ്റ് എന്ത് ചെയ്താൽ മതി 4 യൂണിറ്റ്സിന്റെ വാല്യൂ എത്രയെന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പൊ 1 യൂണിറ്റ് 300 ആണെങ്കിൽ 4 യൂണിറ്റ്സ് എത്ര വരിക 1200 ആണ്. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ കറക്റ്റ് 5 യൂണിറ്റ്സ് 1500 ആണ്, 1 യൂണിറ്റ് 300 ആണ്, 4 യൂണിറ്റ്സ് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ 5 - 1 ആണ് 4 വരിക അല്ലെ. അപ്പൊ 1500 - 300 ചെയ്താൽ നമുക്ക് എത്രയാണ് കിട്ടുക 1200 കിട്ടുക. അപ്പൊ നമുക്ക് കിട്ടുന്ന കണ്ടുപിടിക്കേണ്ട ആൻസർ എന്ന് പറയുന്നത് എത്ര വരുന്നത് വെച്ചാൽ 1200 ആണ് ആൻസർ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ഇവിടെ 490 എന്ന് പറയുന്ന എമൗണ്ടിനെ ABC ഡിവൈഡ് ചെയ്യുന്നത് ഏത് ഫോർമാറ്റിലാണ് ഡിവൈഡ് ചെയ്യുന്നത് നോക്കുക. 1/2 1/4 1/8 അവർ എന്ത് ചെയ്യുന്നത് ഡിവൈഡ് ചെയ്യുന്നത് അല്ലെ. അപ്പൊ നിങ്ങൾ കറക്റ്റ് മനസ്സിലാക്കുക ഇതുവരെ തന്നിരിക്കുന്ന പ്രോബ്ലംസിൽ നമുക്ക് എങ്ങനെയായിരുന്നു വെച്ചാൽ നേരിട്ടായിരുന്നു റേഷ്യോ കൊടുക്കുന്നത് അല്ലെ. 2:3:4 3:5:7 അങ്ങനെ ഡയറക്റ്റ് ആയിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഈ ഫോർമാറ്റിൽ നമുക്ക് എങ്ങനെയാണ് റേഷ്യോ തന്നിരിക്കുന്നത് വെച്ചാൽ ഫ്രാക്ഷന്റെ ഫോർമാറ്റിലാണ് റേഷ്യോ തന്നിരിക്കുന്നത്. ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കാണ്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് അത് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പോൾ ഫ്രാക്ഷന്റെ ഫോർമാറ്റാണ് റേഷ്യോ തന്നിരിക്കുന്നതെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആ ഫ്രാക്ഷനെ യൂഷ്വൽ റേഷ്യോയിലോട്ട് കൺവേർട്ട് ചെയ്യണം എന്നത്. അപ്പോൾ ഒരു ഫ്രാക്ഷനെ യൂഷ്വൽ റേഷ്യോയിലോട്ട് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നിങ്ങൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ആ തന്നിരിക്കുന്ന ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റേഴ്സ് കറക്റ്റ് നോക്കുക. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഡിനോമിനേറ്റേഴ്സ് വന്നിട്ട് 2, 4, 8 ആണ് ഡിനോമിനേറ്റേഴ്സ്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ ഈ ഡിനോമിനേറ്റേഴ്സിന്റെ എൽസിയം കറക്റ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്ന എൽസിയം എത്ര കിട്ടുന്ന വെച്ചാൽ 8 ആണ് നമുക്ക് കിട്ടുന്ന എൽസിയം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇങ്ങനത്തെ കേസിൽ എൽസിയം കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ നോക്കുക 2, 4, 8ന്റെ എൽസിയം പറയുന്നത് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് 8 ആണ് എൽസിയം പറയാൻ പറ്റും. അതായത് എൽസിയം നമുക്ക് പെട്ടെന്ന് എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്ന വെച്ചാൽ തന്നിരിക്കുന്ന സെറ്റ് ഓഫ് നമ്പേഴ്സിലെ ഏറ്റവും വലിയ നമ്പറിനെ ബാക്കിയുള്ള നമ്പറുകൾ കൊണ്ട്
പെർഫെക്റ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുക അത് തന്നെയായിരിക്കും അതിന്റെ LCM വരിക. ഓക്കെ, ഇവിടെ നോക്കുക 8 ആണ് ഏറ്റവും വലിയ നമ്പർ. ആ 8 എന്ന് പറയുന്ന നമ്പറിനെ നമുക്ക് 2 കൊണ്ടും ഡിവൈഡ് ചെയ്യാൻ പറ്റും, 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് എങ്ങനെ കൂടെ പറയുന്നത് വെച്ചാൽ അപ്പൊ 8 തന്നെയാണ് എന്ത് വരിക ഇതിന്റെ LCM വരിക. ഓക്കെ, ഇനി നമുക്കത് എങ്ങനെയാണ് സോൾവ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പൊ നമുക്ക് കിട്ടിയിരിക്കുന്ന LCM എന്ന് കിട്ടിയിരിക്കുന്ന 8 ആണ് നമുക്ക് കിട്ടിയ LCM കിട്ടിയിരിക്കുന്നത് അല്ലെ. ഇനി ഓരോ ഫ്രാക്ഷണൽ റേഷ്യോനെയും യൂഷ്വൽ റേഷ്യോയിലോട്ട് നമുക്ക് എങ്ങനെ കൺവേർട്ട് ചെയ്യാന്ന് വെച്ചാൽ എയുടെയും ബിയുടെയും സിയുടെയും 3 പേരുടെയും കൂടെ കോമൺ ആയിട്ടാണ് നമുക്ക് എന്ത് കിട്ടിയിരിക്കുന്നത് 8 എന്നുള്ള LCM കിട്ടിയിരിക്കുന്നത് അല്ലെ. അതായത് 3 ഫ്രാക്ഷന്റെയും കോമൺ ആയിട്ട് ഡിനോമിനേറ്റേഴ്സ് എടുത്തിട്ടാണ് 8 എന്ന് പറയുന്ന LCM നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് അല്ലെ. ഇനി എയുടെ സാധാ റേഷ്യോയിലോട്ട്, അതായത് എനെ സാധാ റേഷ്യോയിലോട്ട് എങ്ങനെ കൺവേർട്ട് ചെയ്യുന്നത് വെച്ചാൽ നമുക്ക് കിട്ടിയ LCMനെ എയുടെ ഫ്രാക്ഷണൽ പാർട്ട് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നുണ്ട്. അതായത് 8 into 1/2 ചെയ്യാം. ബിയുടെ കേസ് ആയാലും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ LCM എത്രയാണോ അതേ ഇൻറ്റു 1/4 ചെയ്ത് നോക്കാം. സിയുടെ പോർഷൻ ആയാലും നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ 8 into 1/8 ചെയ്ത് നോക്കാം. അപ്പൊ നോക്കുക 8 into 1/2 പറയുമ്പോൾ 4 യൂണിറ്റ് അല്ലെങ്കിൽ 4 ആണ് വരിക. 8 into 1/4 എന്ന് പറയുമ്പോൾ 2 യൂണിറ്റ് ആണ് വരിക. അതുപോലെ തന്നെ 8 into 1/8 എന്ന് പറയുമ്പോൾ 1 യൂണിറ്റ് ആണ് വരിക. ഓക്കെ, അപ്പൊ നമുക്ക് ഈ റേഷ്യോ വന്നിട്ട് കറക്റ്റ് റേഷ്യോ കിട്ടിയിരിക്കുന്നത്. അത് എങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ നമുക്കറിയാം ഹാഫിന്റെ പകുതിയാണ് 1/4 വരിക അല്ലെ. അത് 1/2ന്റെ ഹാഫ് ആണ് 1/4 വരിക. 1/4ന്റെയും ഹാഫ് ആണ് 1/8 വരിക. അതേ കൺസെപ്റ്റ് തന്നെയായിരിക്കും ഇവിടെയും കിട്ടിയിട്ടുണ്ടാവുക. 4ന്റെ ഹാഫ് ആണ് 2 വരിക, 2ന്റെ ഹാഫ് ആണ് 1 വരിക. ഓക്കെ, ഇനി എന്താ പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഇവർ 3 പേരും കൂടി ഡിവൈഡ് ചെയ്യുന്ന എമൗണ്ട് ആണ് 490 എന്ന് പറയുന്നത് അല്ലെ. അതായത് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 3 പേരും കൂടി ഡിവൈഡ് ചെയ്യുന്ന എമൗണ്ട് 490 എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ 3 പേർക്കും കൂടെ കിട്ടുന്ന ടോട്ടൽ എമൗണ്ട് ആണ് 490 എന്നാണ് ഉദ്ദേശിക്കുന്നത് അല്ലെ. അപ്പൊ നമുക്കറിയാം 3 പേരും കൂടെ ഡിവൈഡ് ചെയ്യുന്ന എമൗണ്ട് 490 പറഞ്ഞാൽ അതിന്റെ റിവേഴ്സ് നമുക്ക് എങ്ങനെയും കൂടെ പറയുന്നത് വെച്ചാൽ 3 പേർക്കും കൂടെ കിട്ടുന്ന എമൗണ്ട് ആണ് 490 കേട്ടോ. അതായത് A plus B plus C ആണ് അല്ലെ. അപ്പൊ A plus B plus C ആണ് കണ്ടെത്തുന്നതെങ്കിൽ എയുടെ 4, ബിയുടെ 2, സിയുടെ 1. അപ്പൊ ടോട്ടൽ എത്ര വരുന്നത് വെച്ചാൽ 7 യൂണിറ്റ്സ് ആണ്. ഓക്കെ, അതായത് എയുടെയും ബിയുടെയും സിയുടെയും കൂടെ ടോട്ടലി കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന യൂണിറ്റ്സ് എന്ന് പറയുന്നത് 7 യൂണിറ്റ്സ് ആണ്. ഈ 7 യൂണിറ്റ്സ് എന്ന് പറയുന്നത് ഏത് വാല്യൂവിനാണ് ഈക്വൽ ആവുന്നത് വെച്ചാൽ 490 എന്ന് പറയുന്ന വാല്യൂവിനാണ് 7 യൂണിറ്റ്സ് ഈക്വൽ ആവുന്നത്. ഓക്കെ, അപ്പൊ 7 യൂണിറ്റ്സ് 490 ആണെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റുന്ന വെച്ചാൽ 1 യൂണിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 70 ആണ്. ഓക്കെ, അപ്പൊ നമ്മുടെ അടുത്ത് ഇവിടെ എന്താണ് കണ്ടുപിടിക്കാൻ പറയുന്നത് വെച്ചാൽ ബിയുടെ ഷെയർ ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് അറിയാൻ പറ്റും ബിയുടെ ഷെയർ എന്ന് പറയുന്നത് ബിയുടെ എത്ര യൂണിറ്റ് ആണ് വരിക നോക്കുക. ബിയുടെ 2 യൂണിറ്റ് ആണ് ബിയുടെ വരിക. അപ്പൊ നമുക്കറിയാം 1 യൂണിറ്റ് 70 ആണെങ്കിൽ 2 യൂണിറ്റിന്റെ വാല്യൂ 140 ആണ് ഉത്തരം. ഓക്കെ, അപ്പൊ നമ്മൾ കറക്റ്റ് ആയിട്ട് എന്താ മനസ്സിലാക്കുന്നത് വെച്ചാൽ ഈ ഒരു പ്രോബ്ലം കറക്റ്റ് ആയി നോട്ട് ചെയ്യാം. അതായത് ശ്രദ്ധിക്കാം, നമുക്ക് തന്നിരിക്കുന്ന റേഷ്യോസ് ഫ്രാക്ഷൻ ഫോർമാറ്റിൽ തന്നിരിക്കുന്നെങ്കിൽ ആ ഫ്രാക്ഷൻസിന്റെ ഡിനോമിനേറ്റേഴ്സ് എഴുതാൻ നോക്കുക. എന്നിട്ട് ഡിനോമിനേറ്റേഴ്സിന്റെ LCM കാൽക്കുലേറ്റ് ചെയ്യുക. എന്നിട്ട് ഓരോ ഫ്രാക്ഷനെയും ആ LCM കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ 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 ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന്റെ ഫർദർ അപ്ഡേറ്റ്സിന് വേണ്ടി താഴത്തുള്ള ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതിന്റെ സെക്കൻഡ് പാർട്ടിന്റെ കണ്ടിന്യൂഷൻ ഉണ്ടാവും. ഓക്കെ, ബൈ.